അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ പഴയ നമ്മുടെ മുൻ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയൊക്കെ വി.എസ്. അച്യുതൻ്റെ ഒപ്പം വി.എസ്. അച്യുതൻ്റെ PA KM ഷാജഹാൻ സത്യപ്രതിജ്ഞാ ചടങ്ങ് നേരിട്ട് കാണാൻ എത്തിയിരിക്കുകയാണ്. 10 വർഷത്തിന് ശേഷമാണ്, തുടർഭരണം കിട്ടി ചരിത്ര വിജയമൊക്കെ നേടിയ ശേഷമാണ് ഈ 102 സീറ്റ് എന്ന മാൻഡേറ്റാണ് UDF കൊടുത്തിരിക്കുന്നത് സർക്കാർ. അല്ല, 10 വർഷം എങ്ങനെ ജീവിച്ചിരുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഞാൻ ആലോചിക്കുന്നത്. എങ്ങനെ ഞാൻ 10 വർഷം പിണറായിയുടെ ഭരണത്തെ അതിജീവിച്ചു, അതാണ് എൻ്റെ മനസ്സിലൂടെ ഇപ്പോൾ പോകുന്നത്. 8 ദിവസം ജയിലിൽ കിടന്നു, വീട്ടിൽ പിന്നെ വന്ന് കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് പോയി, വീട് റെയ്ഡ് ചെയ്തു. അപ്പോൾ ഇതൊക്കെ ജനാധിപത്യത്തിൻ്റെ ഒരു സൗന്ദര്യമാണ്. നമ്മുടെ രാജ്യത്ത് ജനാധിപത്യം, നിയമം, ഭരണഘടന ഇതൊക്കെ നിലനിൽക്കും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവായിട്ടാണ് ഞാൻ ഇന്ന് ഈ സത്യപ്രതിജ്ഞ കാണുന്നത്. ഇനി എന്തായാലും 10 വർഷം എനിക്ക് എൻ്റെ ജീവിതത്തെക്കുറിച്ച്, എൻ്റെ ജീവനെക്കുറിച്ച് എനിക്കിനി ആശങ്കപ്പെടേണ്ട കാര്യമില്ലല്ലോ. പെടലിയുടെ മുകളിൽ തല കാണും എന്നെനിക്ക് ഉറപ്പാക്കാമല്ലോ ഇനി 5 വർഷം. ആ ഒരു സന്തോഷത്തിൽ ആണ് ഞാൻ ഈ ഒരു മുഹൂർത്തം കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എത്തിയിട്ടുള്ളത്. 35 സീറ്റ് എന്ന രീതിയിലൊക്കെ LDF ഇങ്ങനെ അധപ്പതിക്കുമെന്ന് കരുതിയിരുന്നോ? അല്ല, ഞാൻ എൻ്റെ പ്രതിപക്ഷ യൂട്യൂബ് ചാനലിൽ 105 സീറ്റ് എന്നാണ് പറഞ്ഞത്. കാരണം ഇത്രയും വലിയൊരു വിജയം UDF ഉണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. കാരണം ആ വിജയം LDFൻ്റെ CPM-ൻ്റെ അണികൾ കൊടുക്കും എന്നെനിക്ക് ഉറപ്പുണ്ടായിരുന്നു. ഞാൻ UDF നേതാക്കന്മാരോടൊക്കെ ചോദിച്ചപ്പോൾ അവരൊരു 75-80 സീറ്റാണ് മാക്സിമം പ്രതീക്ഷിച്ചത്. അത് 102 എത്തിച്ചത് ഇടതുപക്ഷത്തിൻ്റെ പ്രവർത്തകരാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ CPM-ൻ്റെ പ്രവർത്തകരാണ് UDF ഈ വലിയ വിജയത്തിലെത്തിയത്. നിങ്ങൾ കണ്ണൂർ മുതൽ എടുത്ത് നോക്കൂ. കണ്ണൂർ മുതൽ നിങ്ങൾ CPM-ൻ്റെ ഏത് കോട്ട എടുത്ത് നോക്കിയാലും അവിടെയൊക്കെ UDF വമ്പൻ ഭൂരിപക്ഷമാണ്. നമ്മൾ പയ്യന്നൂർ എടുത്താലും, തൃക്കരിപ്പൂർ എടുത്താലും, മട്ടന്നൂർ എടുത്താലും, പിണറായി വിജയൻ എങ്ങനെയാണ് ജയിച്ചത്? എഴഞ്ഞല്ലേ പിണറായി വിജയൻ ജയിച്ചത്? ഒരു സമരം കാണാൻ പോയതിന് തന്നെ 8 ദിവസം ജയിലിലിട്ട പിണറായി വിജയൻ 4 കാലയിൽ എഴഞ്ഞല്ലേ ജയിച്ചത്? അവിടെ നിന്ന് നിങ്ങൾ കോഴിക്കോടെത്ത് നോക്കൂ. കോഴിക്കോട് പേരാമ്പ്ര മുതൽ തിരുവനന്തപുരത്ത് വാമനപുരം വരെ എവിടെയൊക്കെ CPM-ൻ്റെ കോട്ടകളുണ്ടോ ആ കോട്ടകളിലെല്ലാം UDF വെന്നിക്കൊടി പാറിച്ചെങ്കിൽ അത് CPM-കാർ കൊടുത്ത വിജയമാണ്. ആ വിജയം കൊടുത്തിട്ടും 4 കാലയിൽ എഴഞ്ഞ് ജയിക്കേണ്ടി വന്നിട്ടും വെറും 29 സീറ്റിലേക്ക് തലകുത്തി വീണിട്ടും ആ തലകുത്തി വീണവനെ വീണ്ടും പ്രതിപക്ഷമാക്കുന്ന ഏറ്റവും വലിയ ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഒരു സംഭവമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനും CPM-ൻ്റെ അണികൾ മറുപടി കൊടുക്കും. അതുകൊണ്ട് ഇത് CPM-കാർ കൊടുത്ത ഒരു വിജയമാണ്. ആ CPM-കാർ അത്രയും വലിയൊരു വിജയം കൊടുക്കുന്നതിലേക്ക് എത്തിച്ചതിൽ ഒരു ചെറിയ പങ്ക് കഴിഞ്ഞ 5 വർഷക്കാലം ഒരു 12,200 വീഡിയോകൾ ചെയ്തതുൾപ്പെടെ ചെയ്യാൻ കഴിഞ്ഞതിൽ എനിക്ക് വലിയ അഭിമാനമുണ്ട്. അതിലൊറ്റ വാചകം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിച്ചോളാം. MN വിജയൻ പറഞ്ഞൊരു വാചകമുണ്ട്, ഒരു വലിയ മരം വെട്ടി വീഴ്ത്തുമ്പോൾ അതിൽ അവസാനം വെട്ടി വീഴ്ത്തുന്നത് കൊണ്ടല്ല ആ മരം വീഴുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ആ മരത്തിനെ വെട്ടി വീഴാൻ പാകപ്പെടുത്തിയതിൽ ഒരു ചെറിയ പങ്ക് എനിക്ക്, അതുപോലെ തന്നെ ഉമേഷ് ബാബുവിന് പോലുള്ള ആളുകൾക്ക് വഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷവും അഭിമാനവുമാണ് ഇന്ന് ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ വരുമ്പോൾ എനിക്ക് ഉള്ളത്. ജനങ്ങൾ നൽകിയത് 102 സീറ്റിൻ്റെ വിജയം എന്ന് പറയുന്നത് വലിയ പ്രതീക്ഷയാണ്. ഈ പ്രതീക്ഷയ്ക്ക് ഒത്ത് വിജയിക്കാൻ മുന്നേറാനായി UDF സർക്കാരിന് VD സതീശൻ മന്ത്രിസഭയ്ക്ക് കഴിയുമോ? അത് വലിയ ബുദ്ധിമുട്ടാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. കാരണം ഈ ഖജനാവ് അങ്ങേ അറ്റം കൊള്ളയടിച്ചിട്ടാണ് ഈ സർക്കാർ ഇറങ്ങിപ്പോകുന്നത്. ഞാനിപ്പോൾ കേൾക്കുന്നത് ഏതാണ്ട് ഒരു 7-8 ലക്ഷം കോടി രൂപയുടെ കടം വരുത്തിയിട്ടാണ് ഈ സർക്കാർ ഇറങ്ങിപ്പോകുന്നതെന്നാണ്. എല്ലാ മേഖലകളും തകർത്ത് തരിപ്പണമാക്കിയിട്ടാണ് ഈ സർക്കാർ ഇറങ്ങിപ്പോകുന്നത്. അതുകൊണ്ട് UDF സർക്കാരിൻ്റെ വെല്ലുവിളി വളരെ വളരെ വലുതാണ്. അധികാരം കിട്ടി എന്ന് പറഞ്ഞ് ചാഞ്ഞിരിക്കരുത്, അധികാരം കിട്ടി എന്ന് പറഞ്ഞ് തമ്മിലടിക്കാൻ തുടങ്ങരുത്. ഒറ്റക്കെട്ടായി ഒരു മനസ്സോടുകൂടി ഭരിച്ചില്ലെങ്കിൽ പ്രശ്നമാണ്. രണ്ടാമത് നമ്മൾ മനസ്സിലാക്കുന്നത് എന്താ, ഇന്ത്യയിൽ ഒരു സ്ഥലത്തും ഭരണമില്ല CPM-കാർക്ക്. ഇന്ത്യയിൽ ഒരു സ്ഥലത്തും ഭരണമില്ലാത്ത അവസ്ഥ ഇന്നാണ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് ഈ CPM-ൻ്റെ ഈ ക്രൂരന്മാർ, അതിൽ കാക്കിയിട്ടവരൊക്കെ ഉണ്ട്, അവരെല്ലാവരും എങ്ങനെയെങ്കിലും തിരിച്ച് അധികാരത്തിൽ വരാൻ വേണ്ടി നോക്കും, എങ്ങനെയെങ്കിലും ഈ സർക്കാരിനെ വലിച്ച് താഴെ ഇറക്കാൻ നോക്കും. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും വേണം ഈ സർക്കാർ ഓരോ നിമിഷവും മുന്നോട്ട് പോകാൻ എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അത് അങ്ങനെ അല്ലെങ്കിൽ CPM-നെ UDF-കാർക്ക് അറിയില്ല, CPM-നകത്ത് നിന്ന് പ്രവർത്തിച്ച ഞങ്ങൾക്കേ അറിയുള്ളൂ. എന്തു വൃത്തികേടും കാണിക്കാൻ ഒരു മടിയുമില്ലാത്തവരാണ് CPM-ൻ്റെ ആളുകൾ. അവർ കഴിഞ്ഞ 10 വർഷം പോലീസിന് ഉപയോഗിച്ചത് നമ്മൾ കണ്ടില്ലേ. അപ്പോൾ അതുകൊണ്ട് വളരെ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും ഒറ്റക്കെട്ടായി ഭരിച്ചില്ലെങ്കിൽ അവർ വലിച്ച് താഴെ ഇറക്കും എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് വേണം ഓരോ നിമിഷവും UDF സർക്കാർ മുന്നോട്ട് പോകാൻ എന്നാണ് എനിക്ക് UDF-ൻ്റെ നേതാക്കന്മാരോട് എനിക്ക് പറയാനുള്ളത്.
ഈ കെ എം ഷാജഹാൻ മുമ്പ് അദ്ദേഹം UDF CPM കാരനാണ്, CPM-ന്റെ അനുഭാവി എന്നതിനപ്പുറത്തേക്ക് VS അച്യുതാനന്ദൻ സർക്കാരിൻ്റെ കാലത്ത് VS അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവായിരുന്ന കാലത്ത് VS അച്യുതാനന്ദൻ്റെ പേഴ്സണൽ സ്റ്റാഫായിരുന്നു. നമുക്കറിയാം കെ എം ഷാജഹാൻ എങ്ങനെ പാർട്ടിയുമായി എന്ത് ബന്ധമാണുള്ളത്, പാർട്ടി അവസാനം കെ എം ഷാജഹാനോട് ഏത് രീതിയിലുള്ള നടപടിയാണ് സ്വീകരിച്ചത്. അങ്ങനെ CPM-നെയും LDF-നെയും അത്രയേറെ LDF-ന്റെയും CPM-ന്റെയും ഉള്ളിൽ നിന്ന് പ്രവർത്തിച്ച വ്യക്തിയായ കെ എം ഷാജഹാൻ ആയതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ഈ പാർട്ടി ഈ രീതിയിൽ പരാജയപ്പെടുന്ന അമ്പേ പരാജയം LDF ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റുവാങ്ങുമ്പോൾ അദ്ദേഹം ആ പ്രതിഷേധം മുഴുവനും പിണറായി വിജയൻ 10 വർഷം നാട് ഭരിച്ച മുഖ്യമന്ത്രി, തുടർ ഭരണത്തിലെത്തിയ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനും LDF സർക്കാരിനോടുള്ള കടുത്ത പ്രതിഷേധമാണ് അദ്ദേഹം രേഖപ്പെടുത്തുന്നത്. പക്ഷേ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഈ ഇത്രയേറെ മാൻഡേറ്റ് ജനങ്ങൾക്ക് കൊടുത്തുവെങ്കിലും UDF സർക്കാർ അതിൻ്റെ പ്രതീക്ഷയ്ക്ക് ഉയരാൻ UDF സർക്കാരിന് കഴിയട്ടെ എന്ന് കെ എം ഷാജഹാൻ ഉൾപ്പെടെ ഇടതുപക്ഷത്ത് ഒരു കാലത്തുണ്ടായിരുന്ന അടിയറച്ച് ഇടതുപക്ഷത്തോടൊപ്പം നിന്നിരുന്ന പ്രവർത്തകർ, അതിനുശേഷം അവർ ഇടതുപക്ഷത്തു നിന്ന് മാറി നിൽക്കുന്ന പ്രവർത്തകരുടെ ഒരു വികാരം തന്നെയാണ്. ഒരർത്ഥത്തിൽ അദ്ദേഹം പറഞ്ഞത് CPM നൽകിയ ജനങ്ങൾ ഈ CPM-ന്റെ തന്നെ വോട്ടുകൾ, അണികളുടെ വോട്ടുകൾ നേടിയാണ് 102 സീറ്റുകളുമായി UDF സർക്കാർ അധികാരത്തിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് CPM ഒരു പാഠം പഠിക്കട്ടെ എന്ന് ആഗ്രഹിച്ച അണികൾ, CPM-ന്റെ താഴെത്തട്ടിലുള്ള അണികളുടെ ഒരു വികാരം കൂടിയാണ് UDF സർക്കാർ ഇത്രയേറെ മാൻഡേറ്റുമായി അധികാരത്തിൽ വരുന്നത്.